ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ടു സോൾവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കുന്നത്. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ വേഗത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വയർ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഒന്നുമില്ല, 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ചില ഈ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ചില പ്രത്യേകതകളൊന്ന് നോക്കിയിട്ട് പോവാം. നോക്കിക്കേ, ഈ സ്ക്വയർ നമ്പർ 1ൽ അവസാനിക്കുന്നത് 2 നമ്പേഴ്സ് ഉണ്ടല്ലേ. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതിലാണ് അവസാനിക്കുന്നത്? 1ലും 9ലും ആണ് അല്ലേ. 1ൻ്റെയും 9ൻ്റെയും എന്താണ് സ്ക്വയേഴ്സ് ആണ് 1ൽ ലാസ്റ്റ് ഡിജിറ്റ് 1ൽ അവസാനിക്കുന്നത് അല്ലേ. അതുപോലെ അപ്പോൾ ഇത് രണ്ടും ഒരേ കാറ്റഗറിയിലാണ്. 1ൻ്റെയും 9ൻ്റെയും സ്ക്വയേഴ്സ് എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? 1ലാണ് എൻഡ് ചെയ്യുന്നത്. ഇനി 4ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സോ? 4ൽ ഇവിടെ ഏതൊക്കെയുണ്ട്? 2ൻ്റെ സ്ക്വയർ 4ലാണ് എൻഡ് ചെയ്യുന്നത്. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും ഒരേ പോലത്തതാണ്. ദെൻ അടുത്ത് 9ൽ എൻഡ് ചെയ്യുന്നതോ? 9ൽ എൻഡ് ചെയ്യുന്നത് 3യുടെയും 7ൻ്റെയും. 3യും 7ഉം 9ലാണ് എൻഡ് ചെയ്യുന്നത്. 4ഉം 6ഉം എത്രയാണ്? 6ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ലാണ് എൻഡ് ചെയ്യുന്നത്. 5ൻ്റെ സ്ക്വയർ ഏതിലാണ്? 5ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 10ൻ്റെ ലാസ്റ്റ് 0 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എൻഡ് ചെയ്യുന്നത് 0ൽ തന്നെ ആയിരിക്കും. ഈ പ്രത്യേകത നമുക്ക് വേണം. അപ്പോൾ അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. നമ്പേഴ്സ് ends in 1 അല്ല, നമ്പേഴ്സ് ends in 1. 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഏതിലാണ് എൻഡ് ചെയ്യുന്നത്? ഇവിടെയാണ് 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഏതിലൊക്കെ എൻഡ് ചെയ്യുന്നത്? 1ലും വരാം, 9ലും വരാം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട്സ് ends in ഏതിലൊക്കെ വരാം? 1 or 9ൽ എൻഡ് ചെയ്യാം അല്ലേ. ഒരു നമ്പർ എൻഡ് ചെയ്യുന്നത് 1ലാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഏതിലൊക്കെ എൻഡ് ചെയ്യാം? 1ലും എൻഡ് ചെയ്യാം, വേണമെങ്കിൽ 9ലും എൻഡ് ചെയ്യാം. അതുപോലെ 4ൽ എൻഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അങ്ങോട്ട് എഴുതുന്നത്. ഈ 4ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എൻഡ് ചെയ്യുന്നത് ഏതിലാവാം? ഒന്നുകിൽ 2ലാവാം, അല്ലെങ്കിൽ 8ലാവാം അല്ലേ. അപ്പം 4 വരുമ്പോൾ എന്താ? 2 or 8. 28 എന്നല്ലേ, 2,8 എന്നാണ്. 2ൽ അല്ലെങ്കിൽ 8ൽ. ഇനി 9, 9ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട്സിൽ ഏതിലൊക്കെ എൻഡ് ചെയ്യാം? 9 ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ട്. അതായത് 3യും 7ൻ്റെയും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 9ലാണ്. അപ്പോൾ 3 or 7 വരാം. ഇനി 6ൽ എൻഡ് ചെയ്യുന്നതോ? 6ൽ വരുമ്പോൾ ഏതൊക്കെ വരാം? 4ഉം 6ഉം വരാം. 4ഉം 6ഉം വരാം. ഇനി 5 ആണെങ്കിൽ അത് 5ൽ തന്നെ ആയിരിക്കും. 0 ആണെങ്കിൽ 0ൽ തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ സ്ക്വയർ റൂട്ട്സ് പഠിക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. എനിക്ക് 1024 ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത്, തന്നേക്കുന്ന നമ്പറിനെ റൈറ്റിൽ നിന്ന് നമ്മൾ ഇപ്പം എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറിന് എഴുതുന്ന എക്സ് സ്ക്വയർ. ഇപ്പോൾ സ്ക്വയറിനെ നമ്മൾ സൂചിപ്പിക്കുന്ന നമ്പറാണ് 2 അല്ലേ. സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 2. അപ്പോൾ നമ്മൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ നമ്പറിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യണം? ഒരു കോമ കൊടുക്കണം. ഇപ്പം നമുക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 2. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുക്കണം. ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് തന്നെ ലെഫ്റ്റിലോട്ട് എടുക്കണം കേട്ടോ. ആ ഓർഡർ കറക്റ്റ് ആയിരിക്കണം. റൈറ്റിൽ നിന്ന് തന്നെ എടുക്കണം. ഇവിടുന്ന് എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുക്കണം. ഇനി നമുക്ക്
ഇവിടെ നമ്മുടെ സ്ക്വയർ നമ്പർ ഏതിലാണ് എൻഡ് ചെയ്തേക്കുന്നത്? 4ലാണ് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കറിയാം 4ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതിലൊക്കെ എൻഡ് ചെയ്യാം? ഒന്നുകിൽ 2ൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 8ൽ എൻഡ് ചെയ്യാം. അത് നമുക്കറിയാം, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചതാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് തന്നേക്കുന്ന നമ്പർ ഏതിലാണ് എൻഡ് ചെയ്തേക്കുന്നത്? 4ലാണ് എൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട്സ് ഏതിലൊക്കെ എൻഡ് ചെയ്യാം? 2ൽ അല്ലെങ്കിൽ 8ൽ എൻഡ് ചെയ്യാം. ഇനി അതിന് തൊട്ട് മുന്നുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മൾ ഈ കോമയ്ക്ക് ശേഷം ഇപ്പുറത്തുള്ള നമ്പർ, അതായത് ഇവിടെ 10, ഈ 10 എടുക്കുക. 10നേക്കാൾ ചെറിയ സ്ക്വയർ നമ്പർ, അതിനേക്കാൾ താഴെയുള്ള, അതായത് 10നേക്കാൾ താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാന്നുള്ളത് നോക്കുക. അതായത് 10ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാന്നുള്ളത് നോക്കാം. 10നേക്കാൾ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 9 ആണല്ലേ. 10നേക്കാൾ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 9 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം റൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു? 2 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ നമ്പറിൻ്റെ ഇവിടെ എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എൻഡ് ചെയ്യുന്നത് ഏതിലൊക്കെയാണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് കോമയ്ക്ക് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എടുത്തു. ആ നമ്പറിനേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ, അതിനേക്കാൾ ചെറുതായിട്ടുള്ള, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എല്ലാ നമ്പറും അല്ല, ആ നമ്പറിനേക്കാൾ ചെറുതും അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എടുത്തു. അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതി. നമ്മൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഒന്നുകിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കാം? 32 ആയിരിക്കാം, അല്ലെങ്കിൽ 38 ആയിരിക്കാം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 32 ആയിരിക്കാം, അല്ലെങ്കിൽ 38 ആയിരിക്കാം. ഇനി ഇതിൽ ഏതായിരിക്കും? അതെങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യും നോക്കാം. ഇപ്പം നമുക്കിവിടെ 3 അല്ലേ, 3യുടെ തൊട്ട് അടുത്തുള്ള, അതായത് ഒരു ഡിജിറ്റ് കൂടിയ ഒരു ഇൻറ്റിജർ എടുക്കുക, അതായത് 4. 3ക്ക് ശേഷം വരുന്ന ഒരു നമ്പർ എടുക്കുക. 3ക്ക് ശേഷം വരുന്ന നമ്പർ ഏതാണ്? 3ക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാണ്? 4 ആണ്. അത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 എത്ര വരും? 12 ആണ് വരുന്നത് അല്ലേ. 3 × 4 ചെയ്യുമ്പോൾ 12 വരും. ആ 12 എന്ന് പറയുന്നത് ഈ 10നേക്കാൾ വലുതല്ലേ, അല്ലെങ്കിൽ ഈ 12നേക്കാൾ ചെറുതല്ലേ 10? ഈ 12 നമുക്ക് കിട്ടിയ 12നേക്കാൾ ചെറുതല്ലേ 10? അവിടെ അത് ചെറുതായതുകൊണ്ട് നമ്മൾ ഈ 2 നമ്പറിൽ ചെറുതെടുക്കും. അതായത് 32 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിയേ, എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ നമുക്ക് ഈ കോമയ്ക്ക് ശേഷം ഇപ്പുറമുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുന്നു. ഇനി അപ്പം നമുക്ക് 2 ആൻസർ വരും, 32 or 38 എന്ന് വരും. അപ്പോൾ അതിലേതാന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം? ഇതിന് തൊട്ട് അടുത്തുള്ള നമ്പർ എടുക്കുക, ഒന്ന് കൂടി ഇൻറ്റിജർ എടുക്കുക. അതായത് ഇവിടെ 3 ആയിരുന്നെങ്കിൽ 4 എടുക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 12 വരും. ഈ 12നേക്കാൾ ചെറുതാണ് ഈ 10, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 30, ഇവിടെ ഈ ഉള്ള നമ്പറിൽ നിന്ന് ഏറ്റവും ചെറുതെടുക്കുന്നു. അപ്പോൾ 32 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതിനേക്കാൾ ഇവിടെ ഈ കിട്ടിയ ആൻസറിനേക്കാൾ വലിയ നമ്പറാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈ ഉള്ളതിൽ വലുതെടുക്കും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 32. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 32 ആണ്. ഇത് പറയുമ്പോഴാണ് ഇത്രയും കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഈ പറയുമ്പോഴേ ഇത്രയും ലെങ്തി ആയിട്ട് പോകുന്നുള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു എക്സാമ്പിളൂടെ കാണിക്കും. ഇപ്പോൾ 784 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യുന്നു? ഒരു കോമ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ നമ്പർ എടുക്കുന്നു. ഇവിടെ 4ലാണ് നമ്മുടെ സ്ക്വയർ എൻഡ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ആ 4ൽ എൻഡ് ചെയ്താൽ നമുക്ക് അതിന് ഏതൊക്കെ ആൻസേഴ്സ് പോസിബിളായിട്ട് വരാം? ഒന്നുകിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് ഏതിൽ എൻഡ് ചെയ്യാം? 2ൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 8ൽ എൻഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ കോമയ്ക്ക് ശേഷം ഇപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എടുക്കുന്നു. ആ നമ്പറിനേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുന്നു. ഇപ്പോൾ 7നേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 4 ആണ് വരുന്നത് അല്ലേ. 4 അല്ലേ ഉള്ളൂ പെർഫെക്റ്റ് സ്ക്വയർ. 4 അത് കഴിഞ്ഞ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതാ വരുന്നത്? 9 ആണ് വരുന്നത്. അപ്പോൾ 4 ആണ് 7നേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ആ 4ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പം ഒന്നുകിൽ നമ്മുടെ ആൻസർ 22 ആവാം, അല്ലെങ്കിൽ 28 ആകാം. അതാണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയത്. ഇനി ഇതിൽ 22 ആണോ 28 ആണോ എന്ന് എങ്ങനെ നമ്മൾ ഉറപ്പിക്കുന്നത്? 2ന് തൊട്ടടുത്തുള്ള 2നേക്കാൾ ഒന്നുകൂടി ഇൻറ്റിജർ എടുക്കുന്നു. 2നേക്കാൾ ഒന്നുകൂടി ഇൻറ്റിജർ ഏതാണ്? 3 ആണ്. 3 × 2 ചെയ്ത് നോക്കുന്നു. 3 × 2 ചെയ്യുമ്പോൾ എത്ര വരുന്നു? 6 ആണ് കിട്ടുന്നത്.
ആ 6-നേക്കാൾ വലുതല്ലേ 7? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ വലിയ നമ്പർ എടുക്കുന്നു. ഇവിടെ വലുതായതുകൊണ്ട് ഇത് വലുതാണെങ്കിൽ ഇവിടുത്തെ വലുത്, ഇത് ഈ കിട്ടുന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടുത്തെ ചെറുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 28 ആണ്. അതായത് √784 എന്ന് പറയുന്നത് 28 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 961ൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുക്കുന്നു. ഇവിടുത്തെ നമ്പർ എൻഡ് ചെയ്യുന്നത് 1-ലാണ്. 1-ലാണ് എൻഡ് ആവുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട്സ് ഏതിലൊക്കെ വരാം? 1-ൽ അല്ലെങ്കിൽ 9-ൽ എൻഡ് ചെയ്യാം. ഇപ്പോൾ 2 പോസിബിലിറ്റീസ് വന്നു. ഇനി എന്ത് ചെയ്യുക? 9-നേക്കാൾ ഈക്വലോ അതിന് താഴെയോ ഉള്ള, ഈക്വലോ ആവാം കേട്ടോ, ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. 9 ഈക്വലോ അതിന് 9, നമ്മൾ ഈ കിട്ടുന്ന നമ്പർ തന്നെ ഒരു പെർഫെക്റ്റ് നമ്പർ ആണെങ്കിൽ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ, ഒരു സ്ക്വയർ നമ്പർ ആണെങ്കിൽ അതിൻ്റെ തന്നെ സ്ക്വയർ റൂട്ട് എഴുതിയാൽ മതിയാവും. ഇനി അത് സ്ക്വയർ നമ്പർ അല്ല എങ്കിൽ അതിനേക്കാൾ താഴെയുള്ളത്, അതിനേക്കാൾ ചെറുത്, തൊട്ടടുത്ത് താഴെയുള്ള നമ്പർ എടുക്കുക. ഇപ്പോൾ ഇവിടെ 9 തന്നെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 3. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യുക? അപ്പം നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് 31 വരാം, അല്ലെങ്കിൽ 39 ആയിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3-നേക്കാൾ തൊട്ട് ഒന്നുകൂടി ഇൻറ്റിജർ എടുക്കുന്നു, അതായത് 4 എടുക്കുമ്പോൾ 3 × 4 എന്ന് പറഞ്ഞാൽ 12 വരുന്നു. 12 വരുമ്പം ആ 12 എന്ന് പറയുന്നത് 12-നേക്കാൾ ചെറുതാണ് നമ്മൾ ഇവിടെയുള്ള നമ്പർ, ഈ കോമയ്ക്ക് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ എന്ത് ചെയ്യുന്നു? ചെറിയ നമ്പർ എടുക്കുന്നു, ഈ 2 നമ്പർ ചെറുതെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 31. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. 8836 ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? 2 ഡിജിറ്റ് മാറ്റി കോമ കൊടുത്തു. ഇവിടെ 6-ലാണ് എൻഡ് ചെയ്യുന്നത്. 6-ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് ഏതിലൊക്കെ എൻഡ് ചെയ്യാം? 4 അല്ലെങ്കിൽ 6-ൽ എൻഡ് ചെയ്യാം. ഇനി ഈ നമ്പർ എടുക്കുന്നു. ഇവിടെ 88 ആണ്. 88ഓ അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള സ്ക്വയർ നമ്പർ നോക്കുക. അതേതാണ് സ്ക്വയർ നമ്പർ? 88-ന് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? 81 ആണ്. 81-ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാ? 9 ആണ് അല്ലേ? അപ്പം 9 എഴുതി. ഒന്നുകിൽ നമ്മൾ ആൻസർ എന്താവാം? 94 ആവാം, അല്ലെങ്കിൽ 96 ആവാം. ഇനി അതിലേതാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 9-ന് തൊട്ട് ശേഷമുള്ള ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 10. 9 × 10 എന്ന് പറഞ്ഞാൽ 90 വരും. ആ 90-യേക്കാൾ ഇത് ചെറുതാണ്, 88 ചെറുതായതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ചെറിയ നമ്പർ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 94. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. √5625 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? റൈറ്റിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുക. ഇവിടെ 5-ലാണ് എൻഡ് ചെയ്യുന്നത്. 5-ലാണെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് മേഖല തന്നെ എൻഡ് ചെയ്യും, 5-ൽ എൻഡ് ചെയ്യും. അവിടെ പിന്നെ നമുക്ക് 2 ചോയ്സ് ഒന്നുമില്ല, ഒറ്റ ഉത്തരവേ ഉള്ളൂ. 5-ലായിരിക്കും നമ്മുടെ ആൻസർ എൻഡ് ചെയ്യുന്നത്. ഇനി 56ഓ അതിന് താഴെയോ ഉള്ള സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുക. 56ഓ അതിന് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? 56-ന് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാ? 49 വരുന്നത്. 49-ൻ്റെ റൂട്ട് ഏതാണ്? 7 ആണ്. ഇവിടെ നമുക്ക് വേറൊന്നും നോക്കാനില്ല, ഇവിടെ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്താണ്? 75. ഇവിടെ 2 എണ്ണം വരുമ്പോഴാണ് അതിലേതെന്ന് കണ്ടുപിടിക്കാൻ പോകേണ്ടത്. ഇതിപ്പം ഒറ്റ ആൻസറേ വരത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? 75. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. √7396 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുന്നു. 6-ലാണ് നമ്മുടെ നമ്പർ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്വയർ റൂട്ട് ഏതിലൊക്കെ എൻഡ് ചെയ്യാം? 4-ൽ അല്ലെങ്കിൽ 6-ൽ എൻഡ് ചെയ്യാം. ഇനി 73ഓ അതിന് താഴെയോ ഉള്ള സ്ക്വയർ നമ്പർ, നമ്മൾ ഈ നമ്പർ തന്നെ ഒരു സ്ക്വയർ നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതിയാൽ മതി. അതിൻ്റെ സ്ക്വയർ നമ്പർ അല്ല എങ്കിൽ അതിന് താഴെയുള്ള സ്ക്വയർ നമ്പർ എടുക്കുക. അതിന് താഴെയുള്ള, ഇപ്പോൾ 73 സ്ക്വയർ നമ്പർ അല്ലല്ലോ, അതിന് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? 64 ആണ്. 64-ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? 8 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ഒന്നുകിൽ 84 ആവാം, അല്ലെങ്കിൽ 86 ആവാം. ഇതിലേതാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? ഈ 8-ന് തൊട്ടടുത്തുള്ള ഒന്ന് കൂടിയ ഇൻറ്റിജർ എടുക്കുക, അതായത് × 9. 8 × 9 72. 72 എന്ന് പറയുന്നത് 73 എന്ന് പറയുന്നത് എന്താണ്? 72-നേക്കാൾ വലുതാണ്. 72-നേക്കാൾ വലുതാണ് 73. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വലിയ നമ്പർ എടുക്കുന്നു. ദാറ്റ് സോ ആൻസർ എന്താവുന്നു? 86. ക്ലിയർ ആണോ?
ഇനി ഫൈൻ സ്ക്വയർ റൂട്ട് ഓഫ് 2500. ഇവിടെ സീറോയിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? സീറോയിലാണ് എൻഡ് ചെയ്യണമെങ്കിൽ ഇതും എന്തായിരിക്കും? സീറോയിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. 2 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുന്നു, സീറോയിൽ എൻഡ് ചെയ്യുന്നു. 25 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണോ? 25 സ്ക്വയർ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക 5. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. ഇനി ഓരോ ഈ പല ടൈപ്പ് ഓഫ് ഷോർട്ട് കട്ട്സ് നമുക്ക് കിട്ടും. പക്ഷേ ഏതെങ്കിലും ഒന്ന് കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ മറക്കത്തില്ല, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാനും പറ്റും. ഇതങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് സ്ക്വയർ നമ്പർ ഏതിൻ്റെ സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇത് നമ്മൾ കുറേ നമ്പേഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ പറയുമ്പോഴാണ് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്, മറക്കത്തുമില്ല. എല്ലാ തരത്തിലുള്ള നമ്പേഴ്സിനും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.